ഓം ശ്രീനാരായണ പരമ ഗുരവേ നമ. ഗുരുമാർഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ശ്രീനാരായണ ഗുരുദേവൻ്റെ ആത്മോപദേശ ശതകത്തിലെ 5-ാമത്തെ ശ്ലോകത്തിലേക്കാണ് നമ്മളൊന്ന് പരിചയപ്പെടാനായിട്ട് പോകുന്നത്. ഉലകരുറങ്ങി ഉണർന്ന് ചിന്ത ചെയ്യും, പലതും ഇതൊക്കെയും ഉറ്റു പാർത്തു നിൽക്കും, വിലമതിയാതെ വിളക്കുതിക്കയും പിൻപൊലികയുമില്ല, ഇത് കണ്ട് പോയിടണം. വളരെ ഗഹനമായിട്ടുള്ള ഒരു ആശയത്തെയാണ് ഗുരു ഇവിടെ ഈ ശ്ലോകത്തിലൂടെ നമ്മളോട് പങ്കുവെക്കുന്നത്. ഉലകരുറങ്ങി ഉണർന്ന് ചിന്ത ചെയ്യും. അപ്പോൾ ഉലകർ എന്ന് പറയുന്നത് സാധാരണ ജനങ്ങളാണ്. അവർ ഉറങ്ങുന്നു, പിന്നെ ഉണരുന്നു, അതിനുശേഷം അവർ പല കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നു, പലതും ഇതൊക്കെയും ഉറ്റു പാർത്തു നിൽക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണർന്ന് ഉറങ്ങി ചിന്തയൊക്കെ ചെയ്യുന്നതൊക്കെ ഉറ്റ് പാർത്ത് നിൽക്കുന്ന ഒന്നുണ്ട്. അതെന്താണെന്ന് പറയുന്നത്, വിലമതിയാതെ വിളക്ക് ഉദിക്കയും പിൻപൊലികയും ഇല്ല, ഇത് കണ്ടുപോയിടണം. ഇതിനെല്ലാം, ഈ കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇതിലൊന്നും പെടാതെ ഉറ്റുപാർത്ത് നിൽക്കുന്ന ഒരു വിലമതിയാത്ത വിളക്കുണ്ട്. ആ വിളക്കിനെ കണ്ട് വേണം നമ്മളിവിടെ ജീവിക്കുവാനെന്നുള്ള ഒരു വാണിംഗ് ആണ് ഗുരു നമുക്ക് നൽകുന്നത്. അപ്പോൾ എല്ലാ ജീവജാലങ്ങൾക്കും ഉറക്കവും ഉണർവുമെല്ലാം ഉണ്ട്, യാതൊരു വ്യത്യാസവുമില്ല. പക്ഷേ ചിന്തിക്കുന്നത് മനുഷ്യൻ മാത്രമാണ്. വിവേകമുള്ളതും മനുഷ്യനാണ്. മറ്റുള്ളവർക്ക് വിവേകമില്ല എന്നാണ്. മറ്റ് ജീവജാലങ്ങൾക്ക്, പക്ഷിമൃഗാദികൾക്കൊന്നും വിവേകമില്ല എന്നാണ് പൊതുവെ മനുഷ്യൻ പറയുന്നത്. കാരണം മനുഷ്യന് വിവേകമുള്ളത് കൊണ്ടും അവന് ചിന്തിക്കാൻ പറ്റുന്നത് കൊണ്ടും ഒക്കെ ആയിരിക്കണം. നമ്മൾക്കത് 100% ഉറപ്പ് പറയാൻ പറ്റാത്ത രീതിയിലും കൂടിയാണ്. കാരണം പല മൃഗങ്ങളും പക്ഷികളും മനുഷ്യരെക്കായും വളരെ വിവേകത്തോടെ ജീവിക്കുന്ന അത് നമ്മൾ കാണുന്നുണ്ട്. ശുചിത്വത്തിൻ്റെ കാര്യത്തിലായാലും ശരി, മറ്റു പലതിലും മൃഗങ്ങളെ നമ്മൾ കണ്ടുപഠിക്കേണ്ട ചില സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എന്തായാലും നമുക്ക് അങ്ങനെയുള്ള വിശദമായിട്ടുള്ള കാര്യങ്ങളിലേക്കൊന്നും ഇപ്പോൾ നമുക്ക് ചിന്തിക്കാനുള്ള സമയമില്ല. ഇവിടെ നമ്മൾ കാണേണ്ട, ഗുരു പറയുന്നത്, ഈ ഉണർന്ന് ഉറങ്ങി ചിന്ത ചെയ്യുന്നത് ഒക്കെ സാക്ഷിയായിട്ട് ഉള്ള ഒരു വിളക്കാണ് കാണുന്നത്. ഒരുപാട് ആക്ടിവിറ്റീസ് നടക്കുകയാണ്. പക്ഷെ അതിലൊന്നും പെടാതെ ഒരു പ്രകാശം, അത് വിലമതിക്കാൻ പറ്റാത്ത പ്രകാശം എന്നാണ് ഗുരു പറയുന്നത്. അത് ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, ഉദിക്കുന്നില്ല, പൊലിയുന്നുമില്ല. സാധാരണ നമ്മൾ വിളക്കെന്ന് പറയുന്നത് അത് കത്തിച്ചു വെച്ച് കഴിയുമ്പോൾ കത്തുന്നു, അതിനെ നമ്മൾ അണയ്ക്കുമ്പോൾ അത് അണഞ്ഞു പോകുന്നു. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇതൊരിക്കലും ഉദിക്കുന്നുമില്ല, അതേപോലെ പൊലിയുന്നുമില്ല. ഇതിന് നമ്മൾക്ക് എങ്ങനെയാണ് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ തിരിച്ചറിയാൻ പറ്റുന്നത്? നമ്മൾ പലപ്പോഴും പല പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ പറയാറുണ്ട്, എല്ലാത്തിനും ഒരു മനസ്സാക്ഷിയുണ്ട്, മനസ്സാക്ഷിയെ ആർക്കും പറ്റിക്കാൻ പറ്റില്ല എന്ന് പറയാറുണ്ട്. അതായത് മനസ്സിനും സാക്ഷിയായിട്ട് നിൽക്കുന്നു. ഇപ്പം നമ്മളുടെ ജീവിതത്തിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ, നമ്മൾക്ക് ഓർമ്മ വെച്ച നാൾ മുതൽ ഇതുവരെ നമ്മൾ എടുത്താൽ, ഇവിടെയൊക്കെ നമ്മൾ ഉറങ്ങുന്നുണ്ട്, സ്വപ്നം കാണുന്നുണ്ട്, ജീവിക്കുന്നുണ്ട്. സാധാരണ രീതിയിൽ ജാഗ്രത അവസ്ഥ എന്ന് പറയും. ഉറങ്ങുമ്പോഴും അവിടെ യാതൊരു മാറ്റവുമില്ലാതെ സാക്ഷിയായിട്ട് ഒന്നുണ്ട്. നമ്മൾ ഉണർന്ന് ഇപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴും അതേ സമയത്ത് നമ്മൾ സ്വപ്നം കാണുമ്പോഴും
ഒക്കെ ഒരു സാക്ഷിയായിട്ടുള്ള ഒന്ന് ഉള്ളതുകൊണ്ടാണ് നമുക്കിതെല്ലാം കാണാൻ പറ്റുന്നത്, അറിയാൻ പറ്റുന്നത്. ഇവിടെ ഒരു ദൃശ്യം നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ ഗാഠനിദ്രയിൽ ഈ ദൃശ്യമില്ല. അതിൻ്റെ അർത്ഥം ഞാനില്ല എന്നുള്ളതല്ല, മറിച്ച് ഞാനുണ്ട്. എന്തുകൊണ്ടാണ് ഗാഠനിദ്രയെ ചൂണ്ടിക്കാട്ടിയതെന്ന് പറഞ്ഞാൽ, ഈ ഞാൻ എന്ന് പറയുന്നത് എപ്പോഴും എല്ലാത്തിനും സാക്ഷിയായിട്ട് വർത്തിക്കുന്ന ഒന്നാണ്. അതൊന്നിലും ഇടപെടാറില്ല. അതുകൊണ്ടാണ് ഇവിടെ ഗുരു പറയുന്നത്, ഉലകർ ഉറങ്ങി ഉണർന്ന് വേല ചെയ്യും. ഇതൊക്കെ ഉറ്റുപാർത്ത് നിൽക്കുന്ന വിലമതിയാത്ത ആ വിളക്കിനെ നമ്മൾ കാണണം. അത് വെളിയിലുള്ളൊരു വിളക്കല്ല, മറിച്ച് അവനവൻ്റെ ഉള്ളിലുള്ള വിളക്കാണ്, മനസ്സാക്ഷിയാണ് എന്ന് ഗുരു നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പം നമ്മളുടെയൊക്കെ വിചാരം ഈശ്വരൻ അല്ലെങ്കിൽ ദൈവം എന്നൊക്കെ പറയുന്നത് വെളിയിൽ ഏതോ ഒരു ലോകത്താണ് എന്ന് ധരിച്ചിരിക്കുകയാണ്. പക്ഷെ ഗുരു പറയുന്നു അങ്ങനെയല്ല. ഇത് നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ കുടികൊള്ളുന്നതാണ്. നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളെയും കണ്ടുകൊണ്ട് അതിന് സാക്ഷിയായിട്ട് ഒന്നിലും ഇടപെടാതെ ഇരിക്കുന്നതാണ്. അതിനാണ് വിലമതിയാത്ത വിളക്കെന്ന് ഗുരു പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ആ രീതിയിൽ നമ്മളിതിനെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ നമുക്കിതിൻ്റെ നമ്മുടെ മനുഷ്യൻ്റെ ഈ ജീവൻ്റെ അതിൻ്റെ ആ ഒരു ആഴം, അല്ലെങ്കിൽ നമ്മൾ എവിടെ നിൽക്കുന്നു എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അപ്പോൾ ഈ അറിവുകളെ ഉപയോഗിച്ച് നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ പ്രവൃത്തികളെ നമ്മൾ വിലയിരുത്തുക. നമ്മൾ കൂടുതൽ ആഴത്തിലേക്ക്, നമ്മുടെ സ്വരൂപത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുവാനായിട്ട് ശ്രമിക്കുക. അതിന് സാധിക്കട്ടെ. ഏവർക്കും നമസ്കാരം.